Good afternoon. Good afternoon, Miss. Good day, എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? എന്തൊക്കെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു അല്ലെ? എന്തായിരുന്നു മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്? എന്തൊക്കെയാണ് ആ ഡിഫറൻസ്? ഒരാളൊന്ന് പറഞ്ഞേ. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ്. എക്സ്റ്റെന്റ് ഓഫ് നെഗോസിയേഷൻ അത് ക്യാപിറ്റൽ പർച്ചേസിന് ഹൈ ആയിരിക്കും, ഓർഡിനറിയില് ലോ ആയിരിക്കും. പിന്നെ ലീഡ് ടൈം റിക്വയർമെന്റ് അത് ക്യാപിറ്റൽ പർച്ചേസിന് ഹൈയും ഓർഡിനറി പർച്ചേസിന് ലോ ആയിരിക്കും. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്ന തുകയുടെ വലിപ്പം ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് വെരി ഹൈ ആണ്. അവൈലബിലിറ്റി ഓഫ് സോഴ്സ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഇനി ഏതൊക്കെ രീതിയിൽ അല്ലെ ഒരു ഓർഗനൈസേഷനില് ഏതൊക്കെ 3 വഴികളിലൂടെയാണ് ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്? ഏതൊക്കെയാണത്? ഏതൊക്കെയായിരുന്നു? 3 വഴികളിലൂടെ ഒരു ഓർഗനൈസേഷനില് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാമെന്ന് പഠിച്ചില്ലേ നമ്മള്? ഏതൊക്കെയാണത്? പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ് പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കാം. പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാം. ബൈ ലീസിംഗ് റെന്റിന് എടുക്കും. ഓക്കെ. ഇനി പർച്ചേസ് ഓഫ് ന്യൂ എക്യുപ്മെന്റിന്റെ ഫാക്ടേഴ്സ് എന്തായിരുന്നു? എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? വേറൊരാള് പറയോ? ആരെങ്കിലും? എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. ആര് പറയോ? ആതിര പറയോ? പറഞ്ഞു നോക്കിയൊന്ന് ആതിര. മെഷീൻ വാങ്ങിച്ചിട്ട് നമുക്ക് അത് റിപ്പയറും ഇതൊന്നും കൂടാതെ എത്ര കാലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ഫിസിക്കൽ ലൈഫ് എന്തായിരുന്നു? ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ. നമ്മള് ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് 3 വർഷത്തിന് ശേഷം ഇതേപോലെ റിപ്പയർ ചെയ്യാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്താണ് ഫിസിക്കൽ ലൈഫ് എന്തായിരുന്നു? മെയിൻ്റെനൻസ്. ഒരു മെഷീൻ വാങ്ങിച്ചു, അത് മെയിൻ്റെനൻസ് വർക്ക്, റിപ്പയർസ് വർക്ക് ഒക്കെ ചെയ്തു. അതിനുശേഷം എത്ര നാളത് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ. ഇനി ടാക്സ് ലൈഫ് എന്തായിരുന്നു? നമ്മള് ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ആ വാങ്ങിച്ച പൈസ എത്ര ഇയേഴ്സ് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരിത്. പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഓൾഡ് എക്യുപ്മെന്റ് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? പറഞ്ഞു നോക്കിയേ. ആര് പറയും? ദേവിക. ദേവിക പറയോ? ആർക്ക് പറയാൻ പറ്റും? ഓൾഡ് എക്യുപ്മെന്റ്സ് ആരിലൂടെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? സിമ്പിൾ ആണ്. പറഞ്ഞോളൂ. ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദി ഓണർ ഓണറുടെ കയ്യിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഓപ്ഷണർ ലേലം വഴി നമുക്ക് വാങ്ങിക്കാം. പക്ഷെ ബ്രോക്കേഴ്സിന്റെ അടുത്തും ലേലം വഴി നമ്മൾ വാങ്ങിക്കുന്നതിന് റിസ്കി സോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. വാറണ്ടി നമുക്ക് ലഭിക്കൂല. ഇത്രയും വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓക്കെ, ഇത്രയും വരെയും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കേട്ടോ. വായിച്ച് തന്നെ പഠിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ
ഒന്നും കിട്ടാണ്ട് വരും. വായിച്ചു നോക്കണം അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലീസിംഗ് ഓഫ് ആൻഡ് എക്യുപ്മെന്റ്. എന്താണ് ലീസിംഗ്? ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ലീസിംഗ്? പാട്ടം അല്ലെങ്കിൽ എന്താണ് വാടക, റെന്റിന് നമ്മള് സാധനങ്ങൾ എടുക്കുന്നതിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, ലീസിംഗ് ഈസ് എ പ്രോസസ് by which the right to handle an equipment change but ownership does not change. അടിയിൽ വരച്ചു വെക്കണം കേട്ടോ. ലീസിംഗ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാം. ലീസിംഗ് is a process by which the right to handle an equipment change but ownership does not change. അല്ലെ, ലീസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. എന്താണ്? ഉപകരണം കൈമാറുന്നതിന് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്? ഓണറ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു പ്രോസസ്സാണ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശമാണ് ആർക്ക് കൊടുക്കുന്നത്? ഓണറ്. ആരാണോ വാങ്ങുന്ന വ്യക്തി അദ്ദേഹത്തിന് കൈമാറുന്നത്. ഓണർഷിപ്പ് എന്താണ്? ഡസ് നോട്ട് ചേഞ്ച്. ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? ഓണറിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും അല്ലെ. ഓണർഷിപ്പ് കൈമാറുന്നില്ല. ആ ഉപകരണം യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശം മാത്രമാണ് വാങ്ങുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. ആ പ്രോസസ്സിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീസിംഗ് എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ലീസിംഗ് എന്ന് പറഞ്ഞാല്, നമ്മളൊരു ഉപകരണം വാങ്ങിക്കുമ്പോ, ഇപ്പൊ ഞാനാണ് ഒരു കാറ് റെന്റിന് എടുക്കുന്നത് എന്ന് വെച്ചാല് എനിക്ക് ആ കാറ് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമാണ് കിട്ടുന്നത്. അതിന്റെ ഓണർഷിപ്പ് എനിക്ക് കിട്ടോ? ഇല്ല. ഓണർഷിപ്പ് ആരുടേലായിരിക്കും? ആ കാറ് വാടകയ്ക്ക് തരുന്ന വ്യക്തിയുടേലായിരിക്കും ഓണർഷിപ്പ് ഉള്ളത്. ഓണർഷിപ്പ് എനിക്ക് കിട്ടില്ല. ആ കാറ് ഓടിക്കാനുള്ള ഒരു അവകാശം മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അതിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീസിംഗ് മനസ്സിലായോ? ഇനി രണ്ട് വ്യക്തികളുണ്ട് അല്ലെ. ഓണറും ഉണ്ട്, വാങ്ങിക്കുന്ന വ്യക്തിയുമുണ്ട്. അതിനെ പറയുന്നത് എന്താണ്? നോക്കിയേ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ലെസ്സർ എന്ന് പറയുന്നത് ആരാണ്? പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ സെയിൽ അല്ലെ. എന്താണ്? പാട്ടത്തിന് ഉപകരണങ്ങൾ കൊടുക്കുന്ന വ്യക്തി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സർ ആരാണ്? റെന്റിന് അല്ലെങ്കിൽ പാട്ടത്തിന് ഉപകരണങ്ങള് നൽകുന്ന വ്യക്തി. അദ്ദേഹത്തെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. ആൻഡ് ലെസ്സി. ലെസ്സി ഉണ്ട്. ഇനി ആരാ ലെസ്സി എന്ന് നോക്കിയേ. ലെസ്സി, ദ പേഴ്സൺ ഹു അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ് അല്ലെ. ഉപകരണം സ്വീകരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എന്താണ്? ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി. അദ്ദേഹത്തെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ ലീസിംഗില് രണ്ട് വ്യക്തികളുടെ കോൺട്രാക്ട് ആണല്ലോ നടക്കുന്നത്. ലെസ്സറും ഉണ്ട്, ലെസ്സിയും ഉണ്ട്. ലെസ്സർ എന്ന് പറയുന്ന ആളെ പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഹു ഗിവ് എക്യുപ്മെന്റ് ഫോർ സെയിൽ. ഇതൊക്കെ പഠിച്ചോളണം കേട്ടോ. അടിയിൽ വരച്ച് നല്ലോണം പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലെസ്സർ എന്ന് പറയുന്നത് ആരാണ്? പേഴ്സൺ ഹു ഗിവ്സ് എക്യുപ്മെന്റ് ഫോർ എന്താണ്? ലീസ് അല്ലെ. എന്താണ്? പാട്ടത്തിന് ഉപകരണം കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വാടകയ്ക്ക് ഉപകരണം കൊടുക്കുന്ന വ്യക്തിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി ആരാണ്? ഉപകരണം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ലെസ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീസിങ്ങും ലെസ്സറും ലെസ്സിയും ഓക്കെ ആണോ? ഇനി എന്താണ് ഈ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് എന്താണ്? നമ്മൾ ഒരു സാധനം ലീസിന് എടുക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ലീസിങ്ങിന് നമ്മളൊരു സാധനം വാടകയ്ക്ക് എടുക്കുമല്ലോ, ഒരു ഉപകരണം വാടകയ്ക്ക് എടുക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാകാം എന്നുള്ളതാണ് ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ലീസിങ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. അപ്പൊ ഫസ്റ്റ് കാരണം എന്താണ്? ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട് അല്ലെ. നമ്മളുടെ കയ്യില് പുതിയ നല്ല
എക്യുപ്മെന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറെ, ഇപ്പൊ കാറാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ എന്താണ് 8 ലക്ഷം 10 ലക്ഷം അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള പണം ചെലവാക്കേണ്ടി വരും അല്ലെ. അപ്പൊ അത്രയും തുക നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ്? ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താണ്? ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ അത് കാറ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കാറ് വാങ്ങിക്കുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കാർ വാങ്ങിക്കുന്നത്? ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെ. എങ്ങനെയാണ് വാഹനം ഓടിക്കുമ്പോൾ, എങ്ങനെയാണ് ഏത് വശം ചേർന്ന് ഓടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആയി അതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നത്. അതാവാം ഒരു കാരണം. അപ്പോ ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? ലാക്ക് ഓഫ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. സെക്കൻഡ് റീസൺ എന്തായിരുന്നു? ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്. ഇനി തേർഡ് നോക്കിയേ, ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്. ചിലപ്പോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഡ്യൂറേഷൻ നോക്കിയിട്ട് ഇപ്പൊ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മള് ജനറേറ്റർ വാടകയ്ക്ക് എടുക്കും, അതുപോലെ ലൈറ്റുകളൊക്കെ ഇടാനായിട്ട് വാടകയ്ക്ക് എടുക്കാറില്ലേ? ഉണ്ടാ? കണ്ടിട്ടുണ്ടാ നിങ്ങള് ജനറേറ്റർ ലൈറ്റ് ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നത് കല്യാണങ്ങൾക്കൊക്കെ? എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ എന്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ അത് നമ്മൾ ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. എന്താണ്, കുറച്ച് ദിവസങ്ങൾ, ചിലപ്പോ കല്യാണത്തിന് വേണ്ടിയിട്ട് 2-3 ദിവസമോ ചിലപ്പോ 5-6 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ആ ഡ്യൂറേഷൻ ടൈം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ എന്താണ്, ലീഡ് ടൈം കുറെ വേണം അല്ലെ. നമ്മള് സപ്ലയറുടെ അടുത്ത് പോയി ഇന്ന ക്യാപിറ്റൽ എക്യുപ്മെന്റ് വേണം, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ്, അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ അയാളുടെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല. കാരണം എന്താണ്, വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ വരെ എന്താണ്, ലീഡ് ടൈം കുറെ ആവും. അപ്പോ അതിന് വേണ്ടിയിട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റ് ആയി നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ആ ടൈമിന് യൂസ് ചെയ്യാനായിട്ട് ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലീസിങ്ങിന് നമ്മള് ഉപകരണങ്ങൾ എടുക്കാറുണ്ട്. ഇനി എന്താണ്, ഓർ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസ്. എന്താ പറയുന്നത്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടാതെ ആവുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലീസിങ്ങിന് സാധനങ്ങൾ എടുക്കാറുണ്ട്, വാടകയ്ക്ക് എടുക്കാറുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ലീസിങ്ങില് സാധനങ്ങൾ എടുക്കുന്നതിന്റെ കാരണങ്ങൾ. ഏതൊക്കെയാണ് പറഞ്ഞത്? ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട് ഉണ്ട്, നമ്മുടെ കയ്യില് കുറെ അധികം പണമില്ലാത്തത് മൂലം നമ്മള് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. അതുപോലെ ഒരു എക്സ്പീരിമെന്റിന് വേണ്ടിയിട്ട്, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് വാടകയ്ക്ക് എടുക്കാറുണ്ട്. അതുപോലെ എന്താണ്, ഡ്യൂറേഷൻ അല്ലെ. ഇപ്പൊ കല്യാണങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ നമ്മള് കുറച്ച് ടൈം മാത്രം അത് മതിയാവും, നമുക്ക് അത് വാങ്ങിക്കാനുള്ള തുകയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ അത് കുറച്ച് ദിവസങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്ക് ജനറേറ്റർ ലൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ എന്താണ്, അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം മതിയല്ലോ. ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമ്മള് ലീസിങ്ങിന് സാധനങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ എന്താണ്, ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെ, ആ ടൈം വരെ നമ്മള് ടെമ്പററി താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ലീസിന് സാധനങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് കുറെ അന്വേഷിച്ചിട്ട് കിട്ടാതെ ആകുമ്പോ ലീസിന് എന്ത് ചെയ്യാറുണ്ട്, സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കും. ഇത്രയും കാരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീസിന് വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നതിന്റെ കാരണങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ.
ഓക്കെ ആണ്. ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ് അല്ലെ? ലീസിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നോക്കിയേ, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. നമ്മള് ലീസിന് വാടകയ്ക്ക് ഒരു സാധനം എടുക്കുമ്പോൾ എന്താണ്, കുറഞ്ഞ മുതൽ മുടക്ക് കൊടുത്താൽ മതി അല്ലെ? അതാണ് സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മളൊരു സാധനം വാടകയ്ക്ക് എടുക്കുമ്പോൾ കുറഞ്ഞ മുതൽ മുടക്ക് കൊടുത്താൽ മതി. ഇനി എന്താണ്, റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസൻഡ്. എന്താണ് ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്, കാലാഹരണപ്പെടൽ, നശിച്ചു പോകുന്നത് തടയാനായിട്ട് അതിന്റെ റിസ്കുകള് കുറവ് മതി. അതുപോലെ തന്നെ എന്താണ്, ചില ഉപകരണങ്ങളൊക്കെ എന്താണ് ഓൾഡ് ഫാഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ഒക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ, അങ്ങനെയുള്ള റിസ്കുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ക്യാൻ ബി done by both lesser and lessee. എന്താണ്, ഇപ്പൊ മെയിൻ്റനൻസ് വർക്ക്, റിപ്പയേഴ്സുകളൊക്കെ ഓൾഡ് എക്യുപ്മെന്റിലായാലും നമ്മൾ ലീസിനെടുക്കുന്ന എക്യുപ്മെന്റിലൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ മെയിൻ്റനൻസ് വർക്ക്, റിപ്പയേഴ്സ് ഒക്കെ വരുമ്പോ അത് ആർക്ക് ചെയ്യാൻ പറ്റും? രണ്ടു പേർക്കും കൂടിയും അത് റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ലെസ്സർക്കും ലെസ്സിക്കുമാണ് അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ്, പ്രൊക്യൂർമെന്റ് ഓഫ് the equipment lead time is lessened. എന്താണ്, സംഭരണത്തിന്റെയും അതുപോലെ തന്നെ ലീഡ് ടൈമും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ അന്വേഷിച്ചിട്ട് കിട്ടാതെ, അല്ലെങ്കിൽ ഇപ്പൊ സപ്ലയറിന്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി അത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റി നമ്മുടെ കയ്യിൽ എത്തിക്കുമ്പോൾ എന്താണ്, അതിന്റെ ലീഡ് ടൈം ഹൈ ആവുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ലീസിങ്ങിലൂടെ, വാടകയ്ക്ക് എടുക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് പഠിച്ചത് നമ്മള്? കുറഞ്ഞ മുതൽ മുടക്ക് മതി, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്, കുറഞ്ഞ മുതൽ മുടക്ക് മതി. ഇനി എന്താണ്, റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസൻഡ്. എന്താണ്, കാലാഹരണപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ ഓൾഡ് ഫാഷനുകളായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയം, ഉപയോഗശൂന്യമായി എന്നുള്ളതാണ് റിസ്ക് ഓഫ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്, മെയിൻ്റനൻസ് വർക്ക്, റിപ്പയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് രണ്ടുപേരും കൂടിയാണ്, ലെസ്സറും ലെസ്സിയും ചേർന്നാണ് ചെയ്യുന്നത്. ഇനി എന്താണ്, സംഭരണവും ലീഡ് ടൈമും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, നെക്സ്റ്റ് രണ്ട് പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ രണ്ട് പോയിന്റ്. ഔട്ട്ലേ, ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, an amount of money spent on something. അടിയിൽ വരയ്ക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാം. ഔട്ട്ലേ എന്ന് പറയുന്നത് എന്താണ്, an amount of money spent on something. നമ്മളൊരു ഉപകരണം അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് ചിലവാക്കേണ്ട അല്ലെങ്കിൽ ചിലവാക്കുന്ന തുക എത്രയാണ് അല്ലെങ്കിൽ എന്താണ് അല്ലെ? ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ സാധനത്തിന് ചിലവാക്കേണ്ട തുക, അതിനെയാണ് പറയുന്നത് ഔട്ട്ലേ. മനസ്സിലായോ? an amount of money spent on something. ഒരു ഉപകരണം വാങ്ങിക്കുമ്പോൾ അതിന് ചിലവാക്കുന്ന തുക, അതാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഒബ്സലൻസ് അല്ലെ, കാലാഹരണപ്പെടൽ. ഓക്കെ, the process of being outdated or old fashioned and no longer used. longer used നെക്സ്റ്റ് സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. no longer used എന്ന് അത് കയറ്റി എഴുതണം കേട്ടോ. സെന്റൻസ് ആണ് കേട്ടോ അത്. ഓക്കെ, മനസ്സിലായോ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അതൊന്ന് മുകളിലോട്ടൊന്ന് കയറ്റി എഴുതാം കേട്ടോ. ഓക്കെ, the process of being updated or old fashioned
and no longer used. എന്താണ്? കാലാഹരണപ്പെട്ടതോ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, അതിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. കാലാഹരണപ്പെട്ടതോ അപ്ഡേറ്റഡ് ആയതോ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, അതിനെയാണ് നമുക്ക് ഇനി ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, ഉപയോഗശൂന്യമായി ഇനി ഒരു ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ആ അവസ്ഥനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഔട്ട്ലേയും ഒബ്സലൻസും എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് അടിയിൽ വരച്ച് നന്നായിട്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിച്ചോളണം കേട്ടോ. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? an amount of money spent on something. ഒരു ഉപകരണത്തിന് അത് വാങ്ങിക്കുമ്പോൾ ചിലവാക്കുന്ന തുക, അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഒബ്സലൻസ് എന്താണ്? the process of being updated or old fashioned and no longer used. കാലാഹരണപ്പെട്ടതോ അപ്ഡേറ്റ് ആയതോ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, ഇനി ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ല, പറ്റാതെ ആയി, അതിനെയാണ് നമ്മൾ ഒബ്സലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ലീസിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഹി ഈസ് ദ ലെസ്സർ. ലെസ്സറിന്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റുണ്ട് കേട്ടോ. LESSOR. ഇവിടെ നെക്സ്റ്റ് സെന്റൻസിൽ ലെസ്സർ ഉണ്ട്, അവിടെയൊക്കെ OR ചേർത്ത് കൊടുക്കണം കേട്ടോ. സ്പെല്ലിംഗ് എറർ ഉണ്ട്. ഓക്കെ, ഹി ഈസ് ദ ലെസ്സർ who controls the equipment. അപ്പൊ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ലെസ്സറിനാണ് ഓണർഷിപ്പ് ഉള്ള ആൾക്കല്ലേ, അല്ലെങ്കിൽ എന്താണ് ഉപകരണത്തിന്റെ ഓണർ ആരാണോ അദ്ദേഹത്തിനാണ് എല്ലാ എക്യുപ്മെന്റ്സിന്റെ എല്ലാ കൺട്രോളും ഉള്ളത്. അതുപോലെ എന്താണ്? ലെസ്സർ ഹാസ് ദ ആക്സസ് ടു എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ. എക്യുപ്മെന്റിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ റിപ്പയറോ ഒക്കെ ഉണ്ടാകുമ്പോ അതിന്റെ എല്ലാ നിരീക്ഷണങ്ങളും എക്യുപ്മെന്റിനെ നിരീക്ഷിക്കുന്നത് ആരാണ്? ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആർക്കായിരിക്കും ആ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ലെസ്സർക്കായിരിക്കും. ലെസ്സർ ഹാസ് ദ റൈറ്റ് ടു കേസ് ദ ലീസ് പീരീഡ്. അപ്പോ നമ്മള് പറഞ്ഞിട്ടുണ്ട് ലീസിന് രണ്ട് വ്യക്തികൾ ഉണ്ടാവും. വാടകയ്ക്ക് എടുക്കുമ്പോ രണ്ട് വ്യക്തികളാണ് അതിൽ ഇൻക്ലൂഡഡ് ആകുന്നത്. ലെസ്സർ ഉണ്ട്, ലെസ്സി ഉണ്ട്. അവര് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ലീസിംഗിൽ പറയുന്നത്. അപ്പോ ഈ ലീസിംഗിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഉപകരണം കൈമാറുമ്പോ അവര് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അപ്പോ ഈ ലെസ്സറിന് എന്താണ്? ആ ഉപകരണം നല്ല രീതിയിലല്ല ലെസ്സി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടേംസ് ആ എഗ്രിമെന്റിന്റെ അല്ലെങ്കിൽ ആ കോൺട്രാക്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലല്ല ആ വ്യക്തി ആ ഉപകരണം യൂസ് ചെയ്യുന്നതെങ്കിൽ ലെസ്സർക്ക് ഈ കോൺട്രാക്ട് എന്താണ് നിർത്താനായിട്ടുള്ള അവകാശമുണ്ട്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എന്താ പറഞ്ഞത്? ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ലീസിംഗിൽ പറയുന്നത്. അപ്പോ ആ ലെസ്സർക്ക് അദ്ദേഹം കോൺട്രാക്റ്റിൽ പറഞ്ഞ രീതിയിലല്ല ഉപകരണം ആ ലെസ്സി ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്താണ്? ആ കോൺട്രാക്ട് നിർത്തലാക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്? ലെസ്സിക്കുണ്ട്. ലെസ്സറിനുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും 3 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? ലെസ്സറിനാണ് ആ എക്യുപ്മെന്റ്സിന്റെ എല്ലാ കൺട്രോളും ഉള്ളത്. അതുപോലെ ലെസ്സറിന് എന്താണ്? ഇപ്പൊ വല്ല റിപ്പയർസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കുന്നത്, അത് ഇൻസ്പെക്ഷൻ നടത്തുന്നതിനായിട്ടുള്ള കൺട്രോൾ ഒക്കെ ആരുടെ കയ്യിലായിരിക്കും? ലെസ്സറിനായിരിക്കും. ഇനി ലാസ്റ്റ് വണ്ണാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഈ ലീസിംഗില് ഇപ്പൊ ലെസ്സർക്ക് തോന്നുകയാണ് ഞാൻ ഉപകരണം കൊടുത്ത വ്യക്തി നല്ല രീതിയിലല്ല ആ ഉപകരണം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടല്ല ആ ഉപകരണം ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലെസ്സർക്ക് ആ കോൺട്രാക്ട് നിർത്തലാക്കാനും റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. ക്ലിയർ ആയോ?
അതാണ് 3 ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഷെയർഡ് സർവീസ് ആർ ഡൺ ഇൻ എ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ എന്താ? നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇൻസിനറേറ്റർ. എന്തായിരുന്നു ഇൻസിനറേറ്റർ? ദഹിപ്പിക്കൽ അല്ലെ. വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസിനറേറ്റർ മെഷീനിൽ വെച്ചിട്ട് ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻസിനറേറ്റർ മെഷീൻ ഉണ്ട്. അതുപോലെ എന്താണ്, ലോണ്ടറി സർവീസ് പഠിച്ചിട്ടില്ലേ നിങ്ങള്? അതിനകത്ത് വാഷിംഗ് മെഷീൻ അല്ലെ, ഓരോ ഐറ്റംസുകള് വാഷ് ചെയ്യാനായിട്ടുള്ള മെഷീനാണ് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ ഹോസ്പിറ്റല് ഒക്കെ ആണെങ്കിൽ അവിടെ വേസ്റ്റുകൾ ദഹിപ്പിക്കാനായിട്ട്, അതുപോലെ എന്താണ്, തുണികൾ വാഷ് ചെയ്യാനായിട്ടൊക്കെ എന്താണ് ചിലപ്പോൾ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വേസ്റ്റുകള് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ക്യാഷ് ഒക്കെ ചെലവാകും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ലീസിംഗ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്പോസൽ ചെയ്ത് കളയും. ലീസിംഗ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ആ വേസ്റ്റുകൾ അവർക്ക് കൊടുത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പോസൽ ചെയ്ത് കളയും. ക്ലിയർ ആയോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അധികം പഠിക്കാനില്ല, ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ക്ലിയർ ആയോ അത്? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. എന്താണ് ലീസിംഗ് എന്താണ്, അതുപോലെ ലീസിംഗിൽ ഉൾപ്പെടുന്ന 2 വ്യക്തികളാണ് ലെസ്സർ ആൻഡ് ലെസ്സി. അതുപോലെ ലീസിംഗില് സാധനങ്ങള് വാടകയ്ക്ക് എടുക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം, അതുപോലെ അഡ്വാൻറ്റേജസ് പഠിച്ചു, ഡിസ്അഡ്വാൻറ്റേജസ് പഠിച്ചു. ക്ലിയർ ആണോ? ഇത്രയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എന്താണ് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ്? ഒരു ഉപകരണത്തിന്റെ സെലക്ഷനും അതുപോലെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5 കാര്യങ്ങളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വൺ, സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. നമ്മൾ പഠിച്ചു അല്ലെ, ഹോസ്പിറ്റൽസിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഈ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം, എത്ര പ്രൈസിൽ വേണം എന്നുള്ളതൊക്കെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, നീഡ്സ് മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് മെറ്റീരിയൽസ് വാങ്ങണം എന്നാണ് പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ മെറ്റീരിയൽസും നമ്മള് സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതാണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ നീഡ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ എക്യുപ്മെന്റും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും സെലക്ട് ചെയ്യാൻ. ഒക്കെയാണോ? ഇനി എന്താണ്, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ
എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. എന്താ പറയുന്നത്, നമ്മള് ഓരോ ഉപകരണവും വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അതിന് പറ്റിയിട്ടുള്ള സ്പെയറുകൾ കിട്ടുമോ എന്നുള്ളത് നമ്മള് ശ്രദ്ധിച്ച് വേണം. ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഉപകരണം വാങ്ങിക്കാൻ പാടുള്ളൂ. ഇനി എന്താണ്, നമ്മള് ഉപകരണം വാങ്ങിച്ചു, അത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാളേഷൻ ചെയ്യണം അല്ലെ. ഇൻസ്റ്റാളേഷൻ, ഓപ്പറേഷൻ ആൻഡ് കാലിബ്രേഷൻ. അപ്പൊ ഉപകരണം വാങ്ങിച്ചു, നമ്മുടെ ഹോസ്പിറ്റലിൽ അത് വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഓരോ ഉപകരണങ്ങളും വാങ്ങിക്കാനായിട്ട്. ഇനി എന്താണ്, ആ ഉപകരണം അവിടെ ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം എന്താണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ അറിയണം അല്ലെ. അവർക്ക് പ്രവർത്തനങ്ങൾ അറിഞ്ഞ് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയണം. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. അതാണ് 4th പോയിന്റിൽ പറയുന്നത്. എന്താണ്, നമ്മളൊരു കാര്യം, ഒരു ഉപകരണം ഇൻസ്റ്റാൾ ചെയ്തു, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെ നമ്മള് എന്താണ് പ്രവർത്തിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുമാർക്ക് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് നടത്തുക, ട്രെയിനിങ് കൊടുക്കുക ആൻഡ് ടെസ്റ്റിംഗ് നടത്തുകയും വേണം. ഇനി എന്താണ്, ലാസ്റ്റ് പോയിന്റ് എന്താണ്, മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. എന്താണ് മാനുവൽ, നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. മറ്റേ ഇപ്പൊ നമ്മളൊരു പുതിയ സാധനം വാങ്ങിക്കുമ്പോ, TV ആയാലും ഫ്രിഡ്ജ് ആയാലും വാങ്ങിക്കുമ്പോ ഒക്കെ എന്താണ്, ഒരു ചെറിയ ഒരു ബുക്ക്ലെറ്റ് കാണാം അല്ലെ, മാനുവൽസ് കാണാറുണ്ടോ? മാനുവല് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതിനകത്ത് എന്താണ്, ഓരോ പേജിലും ഓരോ പാർട്സിന്റെ എങ്ങനെ വയർ കണക്ട് ചെയ്യാം, എങ്ങനെ ഓൺ ആക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ മാനുവൽസിൽ. അപ്പോ അങ്ങനെയുള്ള മാനുവൽസ് നമ്മള് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മളൊരു ഉപകരണം സെലക്ട് ചെയ്യുമ്പോൾ മാനുവൽസ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്, ഉപകരണം സെലക്ട് ചെയ്യാനായിട്ട്. 5 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഉപകരണം സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഏതാണ്, എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ എക്യുപ്മെന്റും സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, സ്പെയർ അല്ലെ ഇവിടെ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാൻ. ഇനി എന്താണ്, ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ അതിന് ഇൻസ്റ്റാളേഷൻ ചെയ്തു ഓഫീസിൽ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും അതിന്റെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അത് ടെസ്റ്റിങ്ങും നടത്തുക. ഇനി എന്താണ്, മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. ഞാൻ പറഞ്ഞു അല്ലെ, ആ ബുക്ക്ലെറ്റ്, ബുക്കുകളിൽ എന്തുണ്ടാവും, ഓരോ സ്പെയർസിന്റെ എന്തുണ്ടാവും, എങ്ങനെ അത് വയർ കണക്ട് ചെയ്യാം, എങ്ങനെ ഓൺ ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ TV ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും എന്ത് ഉപകരണം വാങ്ങിച്ചാലും അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ബുക്ക്ലെറ്റിൽ ഉണ്ടാവും. അപ്പൊ അതാണ് മാനുവൽസ് എന്ന് പറയുന്നത്. ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതനുസരിച്ച് വേണം നമ്മള് ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മാനുവൽസ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്തിട്ട് വേണം ഉപകരണം വാങ്ങിക്കാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരം എങ്ങനെയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. 5 പോയിന്റ് ഉള്ളു. എന്താണ്, ഫസ്റ്റ് വൺ നോക്കിയേ, അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ for the procurement of goods and services. എന്താ പറയുന്നത്, goods and servicesന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് സംഭരണത്തിനായിട്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ടുകള് പ്രൊവൈഡ് ചെയ്തു കൊടുക്കണം അല്ലെ. എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ടുകള് അനുവദിച്ചു കൊടുക്കണം. അതാണ് ഫസ്റ്റ്
റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് വെൻ ജസ്റ്റിഫൈഡ്. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ സ്പെസിഫൈ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഇന്ന മെറ്റീരിയൽ വേണം എന്നൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? രണ്ട് റെസ്പോൺസിബിലിറ്റി മനസ്സിലായോ? എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനായിട്ട് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കൊടുക്കണം. അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ? അത് ഇനി എന്താണ് സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി? എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് അനുസരിച്ചിട്ട് വേണം മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞ് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്. ഇനി തേർഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ and if incomplete or incorrect has the authority to challenge specification. എന്താണ് സ്പെസിഫിക്കേഷൻ അല്ലെ? ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇന്ന മെറ്റീരിയൽ വേണം, പർട്ടിക്കുലർ മെറ്റീരിയൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് സ്പെസിഫിക്കേഷൻ. ഇന്ന മെറ്റീരിയൽ വേണം, അതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഓർഡർ കൊടുത്ത നമ്മുടെ സപ്ലയറിനോട് ഓർഡർ കൊടുത്ത് അത് നമ്മുടെ കയ്യിൽ സ്വീകരിക്കുമ്പോൾ ഇന്ന മെറ്റീരിയൽ ആണോ എന്നുള്ളത് ഇവാലുവേഷൻ ചെയ്യണം. അതുപോലെ എന്താണ് ഇപ്പൊ അവര് കൊണ്ടുവരുമ്പോ ചിലപ്പോ തെറ്റായിട്ടുള്ള നമ്മളിപ്പോ എന്താണ് ഞാനിപ്പോ 10 മെറ്റീരിയൽ അല്ലെങ്കിൽ 10 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവര് കൊണ്ടുവരുന്നത് ചിലപ്പോ 8 എണ്ണമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻകറക്റ്റ് ആയിട്ട് സംഭവിക്കാം, തെറ്റായിട്ട് സംഭവിക്കാം. അപ്പോ ആ തെറ്റിനെ നമ്മൾ എന്താണ് ചലഞ്ചസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്. ഇനി എന്താണ് റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ് ആൻഡ് arrange for the bidding or negotiation for goods and services. നമ്മൾ goods and services വാങ്ങിക്കുമ്പോൾ നമ്മള് കൺസ്യൂമറും സപ്ലയറുമായിട്ട് ചർച്ചകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ബിഡിങ്ങിലൂടെ എന്താണ് ലേലത്തിലൂടെയും നമ്മള് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പൊ എന്താണ് പല വെൻഡേഴ്സ് സപ്ലയേഴ്സുമായിട്ട് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂസ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റുകള് ചെയ്തു കൊടുക്കണം. ഇനി എന്താണ് to get the correct quality and quantity at the economical price and to supply materials as need for the various departments. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നത് അതനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റിയിലും അവര് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലും എക്കണോമിക് പ്രൈസ് മാർക്കറ്റ് വാല്യൂ എക്കണോമിക് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റ് വാല്യൂലും എന്ത് ചെയ്യണം ഓരോരോ ഡിപ്പാർട്ട്മെന്റിന് സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈസുകള് ഹോസ്പിറ്റലിൽ നിന്ന് അനുവദിച്ചു കൊടുക്കണം. അതുപോലെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സ് ആവശ്യങ്ങൾ എന്താണോ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അധികാരമാർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. അതുപോലെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയും എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഞാൻ 10 എണ്ണം ഓർഡർ ചെയ്തു 8 എണ്ണമാണ് അവര് സപ്ലൈ ചെയ്തതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശം ആർക്കാണുള്ളത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്. അതുപോലെ എന്താണ്
റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡേഴ്സ് റെപ്രസെന്റേറ്റീവ് അല്ലെ. നമ്മള് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുമ്പോൾ പല ചർച്ചയിലൂടെയും അതുപോലെ തന്നെ ലേലത്തിലൂടെയും ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ പല വെൻഡേഴ്സ് ആയിട്ട് നമ്മള് ചർച്ച ചെയ്യാറുണ്ട്, ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകള് ചെയ്തു കൊടുക്കാം. പിന്നെ എന്താണ്, നല്ല രീതിയിൽ വാരിയസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ക്വാളിറ്റിയോടുകൂടിയും അവര് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയോടുകൂടിയും എക്കണോമിക്കൽ പ്രൈസിലും സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? ഇനി എന്താണ് job description of purchasing manager? The person that normally runs the purchasing department is called the purchasing manager. എന്നാക്കണം കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പർച്ചേസിംഗ് മാനേജർ. ഓക്കെ, അപ്പൊ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ പേഴ്സണെ പറയുന്നതാണ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അടിയിൽ വരച്ചു വെക്കാട്ടോ, ക്വസ്റ്റ്യൻ വരാം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിപ്പിക്കുന്ന വ്യക്തിയെ പറയുന്നതാണ് പർച്ചേസിംഗ് മാനേജർ. Then purchasing job description is strategic in nature and usually consist of all the following. ഇതാണ് നെക്സ്റ്റ് അടിയിൽ കൊടുത്തിരിക്കുന്നത്, പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത് പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഓരോന്നായിട്ട് നോക്കാം. Maintaining the purchasing policy and ensuring that all purchases to it. എന്താണ് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ? എന്താണ് രൂപപ്പെടുത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ. പർച്ചേസിംഗ് പോളിസി, പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിംഗ് പോളിസി രൂപപ്പെടുത്തുന്നത് പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ആ പർച്ചേസിംഗ് പോളിസി അനുസരിച്ചാണോ പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതും പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. Choosing the suppliers that the company will deal with and keeping the legal interaction with them. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഇതിന് മുമ്പ് പഠിച്ചതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് എന്നുള്ളതില് എന്താണ്, ഓരോ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് വെൻഡേഴ്സിനെ നോക്കുന്നത്? ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് അല്ലെ, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവും. പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടത്? അല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് എടുത്ത് വായിച്ചോളൂ കേട്ടോ. അവിടെ അതിനകത്ത് എന്താ പറയുന്നത്? ലിസ്റ്റ് ഉണ്ട്. ഓരോ ഹോസ്പിറ്റൽസിലും അംഗീകരിക്കപ്പെട്ട വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ് മാനേജിങ് എനി SLA? ഇമ്പോർട്ടന്റ് ആണ്. Service level agreement that may be in place and managing any master agreement between the suppliers and the company. SLA എന്ന് പറഞ്ഞാല് സർവീസ് ലീഗൽ എഗ്രിമെന്റ് അല്ലെ. എന്താണ് നമ്മള് എന്താണ്? ഇറ്റ് ഈസ് എ എഗ്രിമെന്റ് ബിറ്റ്വീൻ സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. സപ്ലയറും കസ്റ്റമറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇതില് പറയുന്നത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ് 2 വർഷം ഗ്യാരണ്ടി തരാറുണ്ട്. ഒരു ഗ്യാരണ്ടി കാർഡ് തരാറില്ലേ നമുക്ക്? ഇത്ര വർഷം ഈ സർവീസ് ഇത്ര വർഷത്തിനുള്ളിൽ ചെയ്തു തരും എന്നുള്ളതിന് ഗ്യാരണ്ടി വാറന്റി ഒക്കെ തരാറില്ലേ നമുക്ക്? ഓരോ ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോ തരാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇതിൽ പറയുന്നത് എന്താണ്? ഗ്യാരണ്ടി വാറന്റി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവര് ഒരു വാറന്റി കാർഡ് തരും അല്ലെ. ആ എഗ്രിമെന്റിനെയാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി മാസ്റ്റർ എഗ്രിമെന്റ് ഉണ്ട്. എന്താണ്? കൂടുതൽ സംഭരണത്തിന് വേണ്ടിയിട്ട്, സ്റ്റോക്കുകൾ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് അല്ലെ.
സപ്ലയറും അതുപോലെ തന്നെ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയാൽ എന്താണ് സപ്ലയറും ഓർഗനൈസേഷനും തമ്മിലൊരു വലിയ രീതിയിൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കരാറില് അല്ലെ വലിയ രീതിയിലുള്ള ഒരു കരാറില് ഏർപ്പെടുന്നു. അതിനെയാണ് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ മെറ്റീരിയൽസ് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ബൾക്കായിട്ട് വാങ്ങിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവര് എഗ്രിമെന്റ് വെക്കും. അതിനെയാണ് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സർവീസ് ലെവൽ എഗ്രിമെന്റും മാസ്റ്റർ എഗ്രിമെന്റും നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകണം. ക്ലിയർ ആയോ? സർവീസ് ലെവൽ എഗ്രിമെന്റ് ആൻഡ് മാസ്റ്റർ എഗ്രിമെന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ മിസ്, നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഇത് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സ്റ്റാഫുകളെ സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുകയും അവരുടെ കാര്യങ്ങള് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും വേണം. Collaboration with the other department, especially the accounting, manufacturing and stock department. എന്താണ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് മേഖല, അതുപോലെ സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്താണ് അതർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള കൊളാബറേഷൻ സ്ഥാപിക്കണം. ഇനി എന്താ പറയുന്നത്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ analyzing the management information available. എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്തതിനു ശേഷം മാത്രമേ ബഡ്ജറ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ. അതുപോലെ കോസ്റ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ എന്താണ് കോസ്റ്റ് സേവിംഗ് നടത്തുന്നത് ആ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം. പിന്നെ എന്താണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. സപ്ലയറിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കും അല്ലെ, അത് സ്വീകരിക്കുമ്പോൾ ചിലപ്പോ എന്താണ് നമ്മുടെ ഹെൽത്തിന് അത് നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ സേഫ്റ്റി ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ഓരോ പേഷ്യന്റിനും ചിലപ്പോ ഉപകരണം സ്കാനിങ്, എക്സ്റേ അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ആയിരിക്കും നമ്മള് വാങ്ങിക്കുന്നത്. അപ്പൊ എന്താണ് അവർ എക്സ്റേ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് അത് സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടി. പിന്നെ എന്താണ് പറയുന്നത്, ഓവർസീ എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. വലിയ തരത്തിലുള്ള സംഭരണത്തിനായിട്ട് മേൽനോട്ടം വഹിക്കണം. അതുപോലെ എന്താണ് ലിയേസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബന്ധം അല്ലെ. എന്താണ് ഹോസ്പിറ്റലുകളിലാകുമ്പോ എന്താണ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ അവിടെ പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും കോർപ്പറേഷനും നടത്തി അവരുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗ് മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നതല്ലേ? ഡൗട്ട് വല്ലതുണ്ടോ? ക്ലിയർ ആണോ എല്ലാ കാര്യങ്ങളും? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. ഇതും കൂടി എടുത്തിട്ട് മിസ് നിർത്താട്ടോ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. അപ്പോ പർച്ചേസിംഗ് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പർച്ചേസിംഗ് അസിസ്റ്റന്റ്. അസിസ്റ്റന്റിനും കൂടി പറയുന്നുണ്ട്. അടിയിലൊന്ന് വരച്ചു വെക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് നോക്കിയേ, പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക് അല്ലെ, ദൈനംദിന ജോലി ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ആര്? പർച്ചേസിംഗ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ എന്താണ് ഡ്യൂട്ടി നോക്കിയേ, കളക്ട് ആൻഡ് മർജ് പർച്ചേസ് ഓർഡർ and purchase requisition so as to order materials, goods and services. ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്? പർച്ചേസിംഗ് ഓർഡർ എടുക്കണം, അതുപോലെ പർച്ചേസ് റിക്വസിഷൻ അല്ലെ, എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്
നമുക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ട്, റിക്വസിഷൻ തരുന്നുണ്ട് അല്ലെ, അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ വേണം, ഇന്ന സ്പെസിഫിക്കേഷനുള്ള മെറ്റീരിയൽ വേണം എന്നൊക്കെ നമ്മളോട് പറയും. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാം. അതനുസരിച്ചിട്ട് അവര് ഓർഡർ എടുത്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഓർഡറുകള്, അതുപോലെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളതൊക്കെ കളക്ട് ചെയ്ത്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മർജ് ചെയ്ത്, മർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലയിപ്പിക്കുക, ലയിപ്പിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്താണ്, അപ്പൊ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഡെലിവർ ദം ടു സപ്ലയർ. ആ ഇൻഫർമേഷൻസ് നമ്മള് ഇപ്പോ ആ ക്ലർക്ക് എടുത്ത ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫർമേഷൻസ് സപ്ലയറിന് കൈമാറുന്നു. ഇത്ര വരെ ക്ലിയർ ആയോ? 2 പോയിന്റ് മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അവർക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്ന് കളക്ട് ചെയ്ത് അത് ആ ഇൻഫർമേഷൻ സപ്ലയറിന് കൈമാറുന്നു. ഇനി സെക്കൻഡ് നോക്കിയേ, റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. എന്താണ്, ഒന്നും കൂടിയും അത് റീചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അവര് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ തന്നെയാണോ ഞാൻ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓർഡർ തന്നെയാണോ, എത്ര ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതൊക്കെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുന്നു, റീചെക്ക് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം എന്താണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് സപ്ലയർ എന്നാക്കണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ ദ ഡെയിലി ബേസിസ്. ഡെയിലി ബേസിസിൽ നമ്മള് സപ്ലയേഴ്സിനെ വിളിച്ച് ആശയവിനിമയം നടത്തണം അല്ലെ. അയാളോട് ചോദിക്കണം, ഇന്ന് എപ്പോൾ കിട്ടും, എന്ന് കിട്ടും, ഏത് ഡേറ്റിന് കിട്ടും, ഇന്ന് കിട്ടും, ഏതാഴ്ച കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ എന്താണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി എന്താണ്, സ്ക്രൂട്ടനൈസ് ഡെലിവറീസ് അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. എന്താണ് എന്താ പറഞ്ഞത്, ഓർഡറിനെതിരെയുള്ള ഡെലിവറികള് സൂക്ഷ്മ പരിശോധന നടത്തണം. മനസ്സിലാക്കി തരാം. എന്താണ്, സപ്ലൈസിനോട് നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്ന ദിവസം എപ്പോൾ തരും എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചു. അതിനുശേഷം നമ്മൾ പറയുന്നുണ്ട് എന്താണ്, കൃത്യമായിട്ട് നമ്മള് കൊടുത്തിരിക്കുന്ന ഓർഡർ, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഓർഡർ കൃത്യമായിട്ടാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഇത്ര എണ്ണം തന്നെയാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മള് ഒന്നും കൂടി സൂക്ഷ്മ പരിശോധന നടത്തണം. ഇനി ഞാൻ പറഞ്ഞത് ചിലപ്പോ തെറ്റിയിട്ടുണ്ടാവാം. ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് എനിക്ക് ഇത്ര മെറ്റീരിയൽ 10 എണ്ണം വേണം, ഞാൻ അയാൾക്ക് ഓർഡർ കൊടുത്തത് എന്താണ്, ചിലപ്പോ 8 എണ്ണം ആവാം. അപ്പൊ ഒന്നും കൂടി ഒന്ന് സൂക്ഷ്മ പരിശോധന നടത്തി അദ്ദേഹത്തിനോട്, സപ്ലയറിനോട് പറയണം, ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണ്, എന്താണ് 10 എണ്ണമാണ് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അയാളെ വിളിച്ച് ഓർമ്മപ്പെടുത്തണം. ഇനി അതിനുശേഷം എന്താണ്, സാധനം നമ്മുടെ കയ്യിൽ എത്താൻ പോകുന്നു അല്ലെ, ഓർഡർ ചെയ്തു, സാധനം നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്യാനായിട്ട് പോകുമ്പോ എന്താണ്, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് ആൻ ഓർഡർ. ഓർഡർ എന്നാക്കണം കേട്ടോ. അവിടെ ഓൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ ഓർഡർ എന്നാക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ട്രേസ് അല്ലെ, നമ്മളിപ്പോ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോ എന്താണ്, അദ്ദേഹം എന്താണ്, അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന ആള് നമ്മളോട് വിളിച്ച് എവിടെയാണ് ലൊക്കേഷൻ, അല്ലെങ്കിൽ എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കൂലേ. അല്ലെങ്കിൽ എന്താണ്, നമ്മള് അയാളെ വിളിച്ചിട്ട് ചോദിക്കുമല്ലേ, ഇപ്പൊ എവിടെ എത്തി, എത്ര മിനിറ്റിനുള്ളിൽ എത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ട്രേസ് ചെയ്യുക, അതാണ് ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ അതിൽ പറയുന്നത്. ഇനി എന്താണ്, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡർ. നമ്മൾ സപ്ലൈ ചെയ്യാത്ത ഓർഡേഴ്സുകൾ ഉണ്ടാവാം. അതുപോലെ എന്താണ്, അണ്ടർ ഓർഡേഴ്സ്, നമ്മൾ പറഞ്ഞിരിക്കുന്നതിലും കുറവ് കൊണ്ടുവരാം. ഇനി എന്താണ്, ഓവർ ഓർഡേഴ്സ്, നമ്മൾ പറഞ്ഞതിലും കൂടുതൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്താണ്, ഡാമേജ്ഡ് ഗുഡ്സ്, ഡാമേജ് ആയിട്ടുള്ള ഗുഡ്സും കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയുള്ള ഓർഡേഴ്സുകളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്, പർച്ചേസിംഗ് ക്ലർക്കാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, അങ്ങനെ ഓർഡർ നമ്മൾ സ്വീകരിച്ചു. മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സ് ആർ സെൻഡ് ടു ദ അക്കൗണ്ട് ഫോർ പേയ്മെന്റ്. അപ്പൊ നമുക്ക് എന്താണ്, ഇൻവോയ്സ് ബില്ല് തരും അല്ലെ. ഇൻവോയ്സ് ബില്ല് എന്താണ്, ഡീറ്റെയിൽഡ് ബില്ലാണ്. എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സ് ബില്ല് അക്കൗണ്ട്സിൽ പേ ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ആ അക്കൗണ്ട്സിൽ ട്രാൻസ്ഫർ ചെയ്ത് പേയ്മെന്റ് നടത്തി. അതിനുശേഷം എന്താണ്, ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ് അല്ലെ. എന്താണ് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ്, നല്ല രീതിയിൽ അത് ഉണ്ടാക്കുകയും
റെക്കോർഡ്സുകൾ ഉണ്ടാക്കുകയും നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോവുകയും വേണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടി? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇത്രയും വരെ നാളെ വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ. വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ക്ലിയർ ആയോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു.